സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം കാത്തിരിപ്പിന് ശേഷം നമ്മളങ്ങനെ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പുതിയ ക്യാമറയൊക്കെ എടുത്തു. ഇപ്പോൾ ആ ഒരു ക്യാമറയിലാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാട്ടിനുള്ളിൽ ഏറ്റവും വിലപിടിപ്പേറിയതും അതുപോലെ തന്നെ കാട്ടിനുള്ളിലെ ഒരു വെറൈറ്റി പഴമായിട്ടുള്ള മൂട്ടിപ്പഴം. ഈ ഒരു മൂട്ടിപ്പഴം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുഴയിൽ. ഞാൻ പോകുന്നത് ഒരു പുഴയ്ക്ക് സൈഡിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ കാഴ്ചകളും അതുപോലെ മൂട്ടിപ്പഴത്തിൻ്റെ കുറിച്ചുള്ള ഗുണങ്ങളും അതുപോലെ അത് കഴിക്കുന്ന രീതികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് വീടിന് താഴെയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇത് അവിടെ നമ്മുടെ കിണറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോഴി, ഈ ഭാഗത്ത് കാടുകളൊക്കെ ഞങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ തോട്. അപ്പം ആ തോട്ടിൻ്റെ അവിടെ ചെന്നാൽ ആ സൈഡിൽ 2-3 മൂട്ടിയുണ്ട്. പിന്നെ അങ്ങ് കുറച്ച് കാട്ടിനുള്ളിൽ പോകുമ്പം അവിടെയും കുറച്ച് മൂട്ടിയുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്കിനി നേരെ പുഴയിലോട്ട് പോയിട്ട് പുഴയിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ ഇതാ ഈ ഭാഗങ്ങളിലെല്ലാം നല്ല ഇലകളൊക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാവേ. ഇവിടുത്തെ ഒരു കുഞ്ഞു തോടാണ്. ഇവിടെയാണ് ഞാൻ കുളിക്കാൻ വരുന്നത്. അപ്പോൾ അതാ എൻ്റെ സാമഗ്രികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുഴിയുണ്ട്, ഒരു കുഞ്ഞു കുഴിയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കുളിക്കുന്നത്. അതിപ്പോൾ മണൽ വന്ന് കയറിയിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോകണം, ആ ഒരു മൂട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക്. ഈ വഴികളിലൂടെയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ്. ഇരുട്ട് വഴിയാണ്. പക്ഷേ ഇത് മറ്റേ നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അടവി വനമാണ്, അതായത് ഈ നിത്യഹരിത വനങ്ങൾ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇളം വെയിലും പോലും അധികം അടിക്കത്തില്ല ഇതിനകത്തോട്ട്. ഭയങ്കര വെയിലടിച്ചാൽ പോലും ഈ ചെറിയ ഇളം വെയിൽ മാത്രമാണ് ഇതിനകത്തേക്കൊക്കെ അടിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു കൂവച്ചെടികളാണ് ഈ കാണുന്നത്. അപ്പോൾ കാട്ടിലെ കൂവച്ചെടികളൊക്കെ ഈ ഒരു മഴയൊക്കെ പെയ്തിട്ട് അതിലൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചിരിക്കുന്നതും അതുപോലെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു പുഴകളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്ററോളം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഘോര വനമാണ്, അതായത് ഉൾവനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് പന്നി, കാട്ടുപോത്ത്, ആന അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങൾ ഈ വനത്തിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ വരാറുമുണ്ട്. അപ്പോൾ ഈ കാട്ടുപോത്തൊക്കെ എപ്പോഴും നമ്മുടെ ഈ ഒരു വനത്തിനകത്ത് വരാറുണ്ട്. പിന്നെ കുരങ്ങന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വനത്തിനകത്ത് ഒടുക്കത്തെ ശല്യമാണ് കേട്ടോ. ആ ഒരു പുഴ പോകുന്നത് താഴേക്കാണ്, നമ്മുടെ മണ്ണാങ്കോണം ആ ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മുടെ വീട് ഞാൻ കുളിക്കുന്ന അവിടുത്തെ പുഴ വരുന്നത് ഇതിലെയാണ്. പിന്നെ വേറൊരു പുഴ, ഇത് നമ്മുടെ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് വരുന്നൊരു കുഞ്ഞു തോടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തോടാണ് താഴേക്ക് വന്നതാ ഇതുപോലൊരു വലിയ പുഴയായിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഈ കാണുന്ന ഭാഗം കണ്ടോ, ഇവിടെ കുളിക്കാൻ വരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇത് കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് വരുന്നൊരു തോടാണ്. അവിടെ നിന്ന് വരുന്ന ഈ ഒരു കുഞ്ഞു കുഞ്ഞു ചാലുകളൊക്കെ ഒഴുകി ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒരു വലിയൊരു പുഴയായിട്ട് മാറും. അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളമുണ്ട് ഇതിനകത്ത്. പക്ഷേ വേനലടിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഈ ഒരു പുഴ ഇങ്ങനെ വറ്റിപ്പോകും കേട്ടോ. അങ്ങനെ ആ ഒരു തോട്ടിലൂടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് മൂട്ടി നിൽക്കുന്ന അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ മഴ സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൊളയട്ടയുടെ ശല്യമാണ് കേട്ടോ ഇവിടെ എല്ലാം. ഈ കാട്ടിനകത്ത് എല്ലാം ഭയങ്കര കൊളയട്ടയാണ്. വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂട്ടിപ്പഴം കിടക്കുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതാണ് കേട്ടോ മൂട്ടിപ്പഴം, ഈ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് മൂട്ടിപ്പഴം. മരം കണ്ടോ, മരം അങ്ങ് മുകളിൽ നിൽക്കുകയാണ്. നല്ല ഉയരമുണ്ട്. പക്ഷേ ആ ഒരു മരത്തിന് മുകളിലൊന്നും കായ്ക്കത്തില്ല. മൂട്ടിൽ മാത്രമാണ് ഇതിന് കായ ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മൂട്ടിപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗോപ്രോയ്ക്ക് ലോ ലൈറ്റിൽ എടുക്കുമ്പം ക്ലാരിറ്റി കുറവായിരിക്കും. അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ആ മൂട്ടിമരം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര പുളിയാട്ടോ അതിലെ പഴം. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലൊക്കെ കാണാൻ അടിപൊളിയാണ്. പിന്നെ അതുമല്ല അത്യാവശ്യം നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾവനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ വനത്തിനകത്തുകൂടെ കയറി കുറച്ചങ്ങ് മുകളിലേക്ക് പോകുമ്പോൾ വേറൊരു അടിപൊളിയൊരു
മൂട്ടി നിൽപ്പുണ്ട് അപ്പുറത്തെ സൈഡിൽ. നമുക്ക് എന്തായാലും ആ ഒരു മൂട്ടിയുടെ അങ്ങോട്ട് പോവാം. അതോടൊപ്പം ഈ ഒരു കാട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ, ഈ ഒരു വനത്തിൻ്റെ ഭംഗിയൊക്കെ. അപ്പോൾ അതാ കണ്ടോ, കാടിറങ്ങി വന്നിട്ടുണ്ട്. ഇതാ ഇപ്പുറത്ത് നമ്മുടെ കൃഷിവിളയാണ്. ഇതാ ഈ ഭാഗങ്ങളിലൊക്കെ ഇത് നമ്മുടെ അല്ല, ഇത് കൊച്ചിച്ചൻ്റെയൊക്കെയാണ് കേട്ടോ ഈ ഒരു കൃഷിവിളയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് മുകളിൽ കുറച്ച് കാട്ടിനുള്ളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് മൂട്ടി നിൽപ്പുണ്ട്. അവിടെ ഒരു വലിയൊരു മൂട്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ താഴെ കണ്ട പുഴയുടെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ട് ഇവിടെ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ കാട്ടിലെ കൂണൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ, അത് ആ ഒരു ഭാഗത്ത്. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് പോകണം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ ആ പണക്കകത്തൂടെയൊക്കെ കയറി വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഇപ്പുറത്തോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇപ്പുറത്തൊരു സ്ഥലമുണ്ട്. നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്ത് വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് അടുത്തൊരു മൂട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മഴ ആയത് കാരണം ഇതിന് മധുരം വളരെ കുറവാണ് ഈ മൂട്ടി. ഇതപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് അണകാലിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കാടുകളായോണ്ടേ ഭയങ്കര കുളയട്ടയുടെ ശല്യമാണ്. എൻ്റെ കാല് മൊത്തം കുളയട്ടയേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കുളയട്ടകളാണ്. ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് എടുത്ത് കളയാം. അപ്പോൾ ദാ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ഈറക്കുടിലൊക്കെ ഉണ്ടേ. അത് കഴിഞ്ഞ് നമ്മളിവിടെ കൂടെ ഇപ്പുറത്തോട്ട് വരുമ്പോഴേ ഒരു താര വഴിയുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് മൂട്ടിപ്പഴം കിടപ്പുണ്ടേ. അപ്പോൾ ഇത് പഴുത്തോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മൾ നോക്കിയിട്ട് എന്തായാലും പറയുന്നതായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ മൂട്ടിമരത്തിൻ്റെ മൂട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മഴ കാരണം ഇതിൽ പഴങ്ങളൊക്കെ മധുരം വളരെ കുറവാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം മധുരമുണ്ട്. ഏകദേശം ഇനി ഒരാഴ്ചയോളം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മധുരവും കിട്ടും. അതുപോലെ നമുക്കിത് പറിച്ച് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുള്ളൊരു ഉറപ്പായിട്ട് നമ്മുടെ ഒരു നമ്പർ കൊടുത്തേക്കാം. അതിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിളിക്കുക. കൊറിയർ ചാർജ് ഉൾപ്പെടെ ഞാൻ എത്ര രൂപയാണെന്ന് പറയാം. അങ്ങനെയാണ് ഞാനിത് അയച്ചു കൊടുത്തത്. ഏകദേശം ഒരു 10-20ഓളം ആൾക്കാർക്ക് ഞാൻ ഓൾറെഡി ഇതിപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ മൂട്ടിപ്പഴം. ഇത് ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട, അപ്പോൾ ഈ അടിയിലിരിക്കുന്ന പഴങ്ങൾക്കൊക്കെ ഇങ്ങനെ കേട് പറ്റും. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇനി ഒരു ഒരാഴ്ച 1.5 ആഴ്ചയോളം ആകുമ്പോഴേ നമുക്ക് ഇത് പറിച്ചെടുത്ത് വിൽക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാനും പറ്റും കേട്ടോ ഈ ഒരു മൂട്ടിപ്പഴം. നല്ല മഴ പെയ്യുന്നുണ്ടേ. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു മൂട്ടി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ആ ഒരു മൂട്ടി അവിടെ ഇങ്ങനെ പഴുത്ത് തുടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ വേണമെന്നുള്ളൊരു ഉറപ്പായിട്ട് നമുക്ക് മെസ്സേജ് ഇടുക. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ഇനി അടുത്ത് വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇനി അടുത്ത മൂട്ടി നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇനി ഈ ഒരു വഴിയിലൂടെ നമുക്കിനി അങ്ങോട്ട് പോകണം. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞതാണ് നല്ല മഴ പെയ്യുമ്പം കാട്ടിനുള്ളിലൂടെ നടക്കുമെന്ന്. അപ്പോൾ നമ്മളങ്ങനെ കാട്ടിനുള്ളിലൂടെ മഴ പെയ്ത സമയത്ത് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro Hero 13ൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇപ്പോൾ കുറച്ച് ലോ ലൈറ്റാണ്. നമ്മളെ വീടെന്ന് പറയുന്നത് ഫുള്ള് കാടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം കാടാണ്. ഈ സൈഡ് കാണിച്ചു തരാവേ. ഇവിടെ എല്ലാം പാറാക്കൂട്ടങ്ങളൊക്കെയാണ്. ഇനി ഇതിലെ കുറേ അങ്ങ് നടക്കണം. അങ്ങാണ് അടുത്ത മരം നിൽക്കുന്നത്. അങ്ങനെ ഇനി ഈ ഒരു വഴിയിലൂടെ ഒരു 1/2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് നമ്മുടെ അടുത്തൊരു മൂട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക്. ഈ ഒരു വഴി ഇങ്ങനെ കാണുന്നത് പോലെയല്ല. മഴ പെയ്യുന്ന സമയത്ത് ഈ വഴിയിലൂടെയൊക്കെയാണ് കാട്ടാന വരുന്നത്. പക്ഷേ നമുക്കെന്തായാലും പോയി നോക്കാം. അങ്ങോട്ടൊക്കെ ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു നമ്മളിങ്ങോട്ടൊക്കെ. അപ്പോൾ അതാ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് വഴിയിൽ. ഇവിടെ 2 ദിവസമായിട്ട് കറണ്ടൊന്നുമില്ല. വളരെ മോശമാണ്. 2 ദിവസമല്ല, സോറി, ഇന്നലെ രാത്രി കറണ്ട് പോയിട്ട് ഈ ഒരു സമയം വരെ വന്നിട്ടില്ല കേട്ടോ കറണ്ട്. അങ്ങോട്ട് താഴെ കാണുന്നതൊക്കെ നമ്മുടെ കൃഷിയിടമാണ്. കുരുമുളകും പിന്നെ റബ്ബറും പിന്നെ അതിനകത്ത് കുറച്ച് വാഴ, അതൊക്കെ നമ്മുടെ കൃഷിയിടമാണ്. നമ്മൾ അങ്ങ് കുറേ കാട് ഇറങ്ങിയിട്ടാണ് ഈ ഭാഗത്തൂടെ വന്നത്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അധികം ദൂരമൊന്നുമില്ല. എന്നാലും ഈ മഴ സമയത്ത് ഇത് ഇങ്ങനെ പോണത് കൊണ്ടൊരു ബുദ്ധിമുട്ട്. ഞാൻ എടുക്കാൻ ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു, നിങ്ങൾ കണ്ടാലറിയാം. ഇപ്പോൾ ഇതാ ഫുള്ള് മഴയാണ്. കണ്ടോ, ഫുള്ള് മഴയാണ്. ഭാഗത്തൊരു നീല കാണുന്നുണ്ടല്ലോ, അവിടെയാണ് ഞാൻ രാത്രി ഒന്ന് കിടക്കുന്ന എൻ്റെ ഷെഡ് അവിടെയാണ്. പിന്നെ ഇതിപ്പോൾ കുറേ നാളായി നമ്മൾ വേറെ ജോലിക്കൊക്കെ പോണത് കൊണ്ട് തന്നെ ഇതങ്ങനെ
വെട്ടിയിടാനൊന്നും സമയം കിട്ടുക. എന്നാലും കുറച്ച് ഞാൻ താഴെ കാടൊക്കെ വെട്ടിയിട്ട് പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷം ഈ വാഴ ഞാൻ നട്ട വാഴയാണ് ഇതൊക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതൊക്കെ ആന വന്ന് തള്ളിയതാണ്. പിന്നെ ഇതിൻ്റെ വേലിയൊക്കെ പോയി. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ കൃഷിയൊക്കെ പോയി. പിന്നെ ഇവിടെ കുറച്ച് കാട് വെട്ടിയായിരുന്നു, അതും ഇപ്പോൾ കാട് കയറി. അതൊക്കെ ഇത് അങ്ങനെ കുറേ ദൂരം അങ്ങ് മുകളിൽ വരെ ഉണ്ട് നമ്മുടെ വിള. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നത് വീടിൻ്റെ മുകളിൽ നിന്ന് എറുമ്പിയാട് പോകുന്ന വഴിയിലാണ് കേട്ടോ അടുത്ത മൂട്ടി നിൽക്കുന്നത്. അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. നടന്ന് കുറച്ച് മുന്നിൽ ചെല്ലുമ്പോൾ മൂട്ടി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വഴിയിലൂടെ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ മഴയാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളിലോട്ടൊക്കെ കയറിയിട്ട് കുറച്ച് വീഡിയോസും കൂടെ എടുക്കാമായിരുന്നു. അപ്പോൾ വനത്തിനുള്ളിലൂടെ മഴ എങ്ങനെയാണ്, മഴയുടെ സൗണ്ടുകളും അതുപോലെ നമ്മളെ വീഡിയോയിലൂടെ കാട്ടിലിങ്ങനെ മഴ പെയ്യുന്നതൊക്കെ കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ സുഹൃത്തുക്കളെ. ക്യാമറയിൽ ഫസ്റ്റ് തന്നെ എടുത്തപ്പോൾ വെള്ളം നനഞ്ഞു. അപ്പോൾ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയമില്ല എന്നൊക്കെയാണ് കവറിനകത്ത് കിടക്കുന്നത്. ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിതാ കുറച്ച് കാട് കയറി ഇങ്ങ് വന്നു. ഇങ്ങോട്ടൊക്കെ കുറേ പാറാക്കൂട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് മുന്നിൽ ശകലം ദൂരമേ ഉള്ളൂ മൂട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക്. കാല് കണ്ട ഈ ഇരിക്കുന്ന മൊത്തം കൊളയട്ടയാണ്. അതിലും കൊളയട്ട, ഈ കാലിലും കൊളയട്ട, മൊത്തം കൊളയട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തീയിലെങ്ങാനും കൊണ്ട് ചുട്ട് കളയണം അതിനെ. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വഴികളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും. മുന്നേ ഒരുപാട് നാൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പല വീഡിയോസിലും നമ്മൾ മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു സ്ഥലമാണ് ഇത്. എറുമ്പിയാട് പോകുന്ന വഴിയാണ് കേട്ടോ. വനത്തിനുള്ളിലൂടെ എറുമ്പിയാട് പോകുന്ന ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന എളുപ്പ വഴിയാണ് ഇതെന്ന് പറയുന്നത്. നാടുമാകാൻ പൊക്കഴിഞ്ഞാൽ 10-16-18 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് എറുമ്പിയാടേക്ക്. അപ്പോൾ ആ വനത്തിൽ അത്യാവശ്യം കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ മൂട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം. പോയിട്ട് പതിയെ ഇതിൻ്റെ ഒരു പഴമൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ട, ഇതാണ് നമ്മൾ മൂന്നാമത്തെ മൂട്ടി മരം വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന. അപ്പോൾ ഇതിൻ്റെ കണ്ട അങ്ങ് മുകളിലോട്ട് കാണിച്ചു തരാം. ഇത് അങ്ങോട്ട് പഴം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ മൂട്ടിലാണ് പഴം ഉണ്ടാകുന്നത് കണ്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ പഴങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഈ മഴ പെയ്ത് വെള്ളത്തിൻ്റെ ഈർപ്പം അടിക്കുമ്പോൾ ഇതിന് കേട് പറ്റാറുണ്ട് കണ്ടോ. ഇതിൽ ഒരെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ലത് നോക്കി പറിച്ചെടുക്കാം. ഇത് ഉണ്ട മൂട്ടിയാണ് കേട്ടോ, ഉണ്ടയാണ് ഇത്. ഈ നീളം ഇതിങ്ങനെ കൂന്ന് വരുന്നതുകൊണ്ട് പിന്നെ ഉണ്ട ആകൃതിയിലുള്ള മൂട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഈ ഉണ്ട ആകൃതിയിലുള്ള ഇത് മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ളത്. മറ്റതിന് അത്യാവശ്യം പുളിയാണ്. പിന്നെ മഴ സമയം ആയതുകൊണ്ട് എല്ലാ മൂട്ടിയും ഇത് നല്ല പുളി തന്നെ ആയിരിക്കും, അധികം മധുരമൊന്നും കാണത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പറിച്ച മൂട്ടി പഴത്തിനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാവേ എങ്ങനെയുണ്ടെന്ന്. ഇതിങ്ങനെ ഇതിൻ്റെ തോട് നമ്മളിങ്ങനെ കടിച്ച് കളയണം. അത് കഴിഞ്ഞ് ഇതിനകത്തൊരു പരിപ്പ് കാണും. ഈ തോട് കടിച്ച് കളയുമ്പോൾ ഇതിനകത്ത് ഇതൊരു പരിപ്പിരിപ്പുണ്ട്. അപ്പോൾ ആ പരിപ്പിനെ എടുത്ത് അത്യാവശ്യം പുളിയും അത്യാവശ്യം മധുരവും ഉണ്ട്. എന്നാലും പുളി തന്നെയാണ് കൂടുതലും, കാരണം മഴയല്ലേ. വേനലടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലും പഴവർഗ്ഗങ്ങൾക്ക് മധുരമുള്ളത്. ഇനിയിപ്പം കുറച്ച് വേനലടിക്കുമ്പോൾ ചിലപ്പോൾ മധുരം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഒരു 70% പുളി തന്നെയാണ്, അല്ലെങ്കിൽ പകുതിയാണ്. പകുതി ചിലപ്പോൾ ചില മൂട്ടിക്ക് നല്ല മധുരം കാണും, ചിലതിന് കൂടുതലും പുളി തന്നെ ആയിരിക്കും. ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പം അധികം മധുരമൊന്നുമില്ല, പുളി തന്നെയാണ്. ഒരു 70% പുളിയും ഒരു 30% മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി വേനലടിക്കുമ്പം ഇത് നല്ല മധുരം ആകുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അതുമല്ല ഈ മഴ സമയത്ത് മൂട്ടി ഒരുപാട് ഇങ്ങനെ പഴുക്കുന്ന മൂട്ടി തന്നെയാണ്, പക്ഷേ അത് ഒരുപാട് ഇങ്ങനെ ഇല്ലാതായിപ്പോവും. വേറൊന്നുമല്ല, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മഴ പെയ്ത് ഈ മഴവെള്ളം ഇതിനകത്തേക്ക് കയറും. അതായത് നല്ല അത്രത്തോളം തിക്നെസ് ആയിട്ടാണ് ഈ മൂട്ടിയുടെ പഴം ഇരിക്കുന്നത്. അപ്പോൾ വേറെ പഴങ്ങൾ ഇതുപോലെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അതിൻ്റെ മൂട് നിറച്ച് നമ്മുടെ കൈ പോലും അതിനകത്ത് ഇങ്ങനെ കയറ്റാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത്രത്തോളം ഞെരുക്കത്തിലാണ് മൂട്ടിപ്പഴം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്നതിനൊക്കെ മഴവെള്ളത്തിൻ്റെ ഇത് പറ്റുമ്പോൾ ഇതിങ്ങനെ അവിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പഴങ്ങൾ ഇതിലിങ്ങനെ ഇല്ലാതായി പോകും. ഈ പഴങ്ങളായാലും അതുപോലെ പച്ചക്കറികളായാലും എല്ലാത്തിനും കാലാവസ്ഥ അനുസരിച്ച് അതിന് ഓരോ വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മൂട്ടി. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ റംബൂട്ടാൻ കഴിച്ചാൽ ഇത് തന്നെയായിരിക്കും ടേസ്റ്റ്. പിന്നെ മാങ്ങയൊക്കെ കുറച്ചിങ്ങനെ നേരത്തെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം മധുരം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരുപാട് മഴയാണെങ്കിൽ മാങ്ങാപ്പഴത്തിനും വരെ പുളിയായിരിക്കും, ഒരു 0.5% പുളിയായിരിക്കും മാങ്ങയ്ക്കൊക്കെ. അപ്പോൾ അതാണ് കാലാവസ്ഥകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് പ്രകൃതിയിലുള്ള ഓരോ സംഭവങ്ങൾക്കും ഇങ്ങനെ മാറ്റം സംഭവിക്കാറുണ്ട്.
അപ്പോൾ മൂട്ടിപ്പഴത്തിനും അതുപോലെ മഴ കാരണം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, പുളി കൂടുതലാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൂട്ടിപ്പഴം ഒരാഴ്ചയൊക്കെ ആകുമ്പം പഴുക്കും. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിനകത്ത് പരസ്യമൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 20-നകത്തോളം ഞാൻ പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പാഴ്സൽ ചാർജ് ഉൾപ്പെടെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ഇത് കാണും, ഒരു നമ്പർ കൊടുത്തേക്കാം, എൻ്റെ വാട്സപ്പ് നമ്പറായിരിക്കും. അപ്പോൾ അതിനകത്ത് കോൺടാക്റ്റ് ചെയ്താൽ നമ്മളിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. വീഡിയോ എടുത്ത് നടന്നതുകൊണ്ട് തന്നെ കൊളയട്ട കയറിയതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ കാല് മൊത്തം കൊളയട്ട ഇരിക്കുകയാണ്. അപ്പോൾ അത് വീട്ടിൽ പോയിട്ട് ഇനി എടുത്തു കളയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വനത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും വിലപിടിപ്പുള്ള ഒരു പഴവർഗ്ഗമാണ് ഈ മൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കാട്ടിലും വലിയൊരു പഴവർഗ്ഗം ഉണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷേ ഇത്രത്തോളം വിലപിടിപ്പുള്ളൊരു പഴവർഗ്ഗം എന്ന് പറയുന്നത് മൂട്ടിയാണ്. അപ്പോൾ ഞാൻ കേട്ടറിവുകളാണ്, ഞാൻ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ മൂട്ടിപ്പഴം ഉപയോഗിക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്തോ മരുന്നൊക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ഇടുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഏറ്റവും കൂടുതലും വീഡിയോ ചെയ്യുന്നത് കൂടുതലും ഗ്രാമങ്ങളുടെ കാഴ്ചകളാണ്, ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് തരുന്നതും നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നതും അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ മൂട്ടിപ്പഴം പറിച്ച് ചെറുതായിട്ടൊന്ന് കഴിച്ചു, അല്ലാതെ നമുക്കിത് ഒരുപാട് അങ്ങനെ പറിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഇത് അധികം പഴുത്തില്ല, അതുപോലെ തന്നെ മധുരവുമില്ല. പിന്നെ ആ സൈഡിൽ കിടക്കുന്നതും ഈ സൈഡിൽ കിടക്കുന്നതും ഇത് നല്ല മധുരമുള്ള മൂട്ടിയാണ്, അതായത് ഉണ്ടയാണ് ഇതിൻ്റെ പഴമെന്ന് പറഞ്ഞാൽ. ഇത് നല്ല മധുരം കാണുന്നതാണ്. അപ്പോൾ എന്തായാലും മഴ കുറച്ച് കുറവ് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം ഇതിന് നല്ല മധുരം വയ്ക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് പേർക്ക് ഇതുപോലെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും നമ്മളെ പറയാൻ കണക്കിന് വേറെ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നല്ല ഫ്രൂട്ടാണെന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫ്രൂട്ട്. അതുപോലെ ഈയിടയ്ക്ക് ഇടുക്കിയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയച്ചവരൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രൂട്ടാണ്. നമ്മൾ അതനുസരിച്ച് പാക്കിങ്ങൊക്കെ കറക്റ്റായിട്ടാണ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ മെസ്സേജ് ഇടുക. നമുക്കെന്തായാലും ഇത് കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും. പോസ്റ്റ് ഓഫീസിലാണ് നമ്മൾ ഈ വനത്തിനകത്ത് നിന്ന് എടുത്ത് അയച്ചു തരുന്നത്. പിന്നെ തേന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിലും പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ തേന്, വേറെ വിഷാംശങ്ങൾ ഒന്നും ചേർക്കാത്ത തേനും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ കാട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ പറയുക. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത സാധനങ്ങൾ നമുക്ക് പൈസ കൊടുത്താലേ ആൾക്കാർ ഓരോ സാധനങ്ങൾ തരത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക. എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഗോപ്രോയിൽ നമ്മളെടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇനി എന്തായാലും അടിപൊളി വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ.